ഇന്ന് പല്ല് കാണിക്കാൻ പോകുന്നതിനിടയിലുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ആദ്യം നമ്മൾ ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ആയി കഴിഞ്ഞ് വന്ന് മുഖത്ത് ടോണറൊക്കെ അടിച്ചിട്ട് നമ്മൾ ഈ ഒരു ക്രീമാണ് ഇട്ട് കൊടുക്കണേ. ഇത് ഗാർണിയറിന്റെ വിറ്റമിൻ സിയുടെ ക്രീമാണ്. ഇട്ട ഉടനെ തന്നെ ഒരു ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റനിങ് എഫക്റ്റ് ആയിരുന്ന ഒരു അടിപൊളി സാധനം കേട്ടോ ഇത്. അത് നന്നായിട്ട് ബ്ലെൻഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേ സൺസ്ക്രീം ഇട്ട് കൊടുക്കാം. അക്കുള്ള വെച്ചിട്ടാണ് സൺസ്ക്രീം കേട്ടോ ഞാൻ യൂസ് ചെയ്യണം. 2 ഫിംഗർ റൂൾ വെച്ച് ഞാൻ അതും നന്നായിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിട്ടാലും കഴുത്തിടാൻ മറക്കരുത്. പിന്നെ പോൺസിന്റെ നാച്ചുറൽ ഷെയ്ഡിന്റെ BB ക്രീമാണ്. അതിങ്ങനെ ഡോട്ടായിട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും വെച്ച് അങ്ങ് തേച്ച് പിടിപ്പിച്ച് അങ്ങ് വെക്കുക. ഞാൻ ഇവിടെ ഒരുങ്ങുന്നതിനിടെ ഒരു 10-200 തടയെങ്കിലും എൻ്റെ അമ്മ വിളിക്കുന്നുണ്ട് എന്നെ കിടന്ന്. ഹിമാലയയുടെ ഈ ഒരു ലിപ് ബാം ഇട്ട് കഴിഞ്ഞ് നമുക്കൊരു ലിപ് ലൈനർ വെച്ച് ലിപ്പിന്റെ ഔട്ട്ലൈൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. പണ്ടോട്ടെ എനിക്ക് ഇടാൻ ഏറ്റവും ഇഷ്ടം ഈ ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക് ഇടും മുമ്പുള്ള ഈ ഒരു ലൈനിങ് പരിപാടി ഉണ്ടല്ലോ, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും പിടിച്ചൊക്കെ പോകും. പക്ഷെ ഇന്ന് ഇതേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒട്ടുമിക്ക പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡാസ്ലർ 25യുടെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇതെൻ്റെ ഒരു 4ാമത്തെ ബോട്ടിലാന്ന് തോന്നുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനം. ഇത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ നമുക്ക് തോന്നിടത്തൊക്കെ വലിച്ചു വരും കിട്ടും. ഇനി നമുക്കൊരു മസ്കാര ഇട്ട് കൊടുക്കുക. ഇത് ഡാസ്ലറിൻ്റെ ഒരു 60 രൂപ എന്തോ മസ്കാരയാണ് കേട്ടോ. ഇനി നമുക്ക് കണ്ണെഴുതാം. എനിക്ക് ഒട്ടും അറിയാത്തൊരു പരിപാടിയാണ് ഈ കണ്ണെഴുത്. പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. അവിടെ ഇവിടെ ലേശം ഓക്കെ ഇത്രയൊക്കെ മതി. ഇനി ഒരുപാട് ഇട്ട് വരച്ചാൽ കുളമായിപ്പോവും. ഇനി അടുത്തത് നമ്മൾ ഈ കമ്മലാണ് ഇട്ട് വിടാൻ പോകും. നല്ല ഡ്രസ്സിൽ ഇത് കാണാൻ നല്ല ചെറിയ കണക്കിൽ ഇറക്കി പോകും. ഇനി അവസാനമായിട്ട് നമുക്ക് ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ. പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും. ഇതേ കുറച്ച് വലിച്ച് ഫ്രണ്ടിലോട്ട് ഇടുക. ഇത് തന്നെ മുടിയിൽ പിന്നെ ഒട്ടും ചെടയില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് വാരി അങ്ങോട്ട് വെക്കുക. ഇതോടുകൂടി നമ്മുടെ കലാപരിപാടി ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഷിണ്ടരിയായില്ലേ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അപ്പയായിട്ട് ഇതേ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കാട്ടോ. പിന്നെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറിനെ കണ്ടു. ഞാൻ പിന്നെ തിരിച്ചു വന്നു. അത്രയൊക്കെ. അപ്പം ശരി, ടാറ്റാ ബൈ ബൈ ഗായ്സ്.